ഹലോ ഓൾ, ചില്ല ടോക്കീസ് സീസൺ 2 എപ്പിസോഡ് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ലാലു പി ജോയ് എന്നുള്ള കണ്ണൂരിൽ നിന്നുള്ള ഒരു സ്പീക്കറാണ്. അദ്ദേഹം ഒരു അസാപ്പ് ട്രെയിനറാണ്, ഇതേപോലെ നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരനെ പറ്റി നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പം ലാലു നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. അപ്പം ഇന്നത്തെ സെഷൻ എന്തായാലും ഒരു അടിപൊളി സെഷൻ ആയിരിക്കും. കാരണം ഇന്ന് നമ്മുടെ കോവിഡ് കാരണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലോക്ക്ഡൗൺ ഒക്കെ കാരണം നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലിരിക്കുന്നതാണ്. അപ്പം അവരെ പറ്റി, അവരുടെ മെൻ്റൽ ഹെൽത്തിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ വന്നിട്ടുണ്ട്, ഞാൻ ആഡ് ചെയ്യട്ടെ. അപ്പോൾ ചില്ല ടോക്കീസിന്റെ സീസൺ 2 എപ്പിസോഡ് 2ലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ലാലു ജോയിൻ ചെയ്തിരിക്കുന്നു. ഹേയ്, ഹലോ. ഓഡിബിൾ ആണോ? ക്ലിയർ ആണോ? ഓഡിബിൾ ആണ്. ഓക്കെ, ഫുഡൊക്കെ കഴിച്ചോ? ഫുഡൊക്കെ ഇത് കഴിഞ്ഞ് കഴിക്കാന്ന് വിചാരിച്ചു. പ്രയോറിറ്റീസ്. ഓക്കെ, ഞാനും ഉണ്ട് ഫുഡ് കഴിക്കാൻ. പയ്യെ കഴിക്കാം, നമുക്ക് നമ്മുടെ സംസാരം കേട്ടെ ആദ്യം. അതെ, അത്രേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ജോയിൻ ചെയ്യട്ടെ, എല്ലാവരും വരുന്നുണ്ട്. വരട്ടെ. കറക്റ്റ് 9:03 ആകുമ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ എന്തുണ്ട്, ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാ ചെയ്തത്? ഇന്ന് ശനിയും ഞായറും എനിക്ക് വർക്കില്ലാത്ത ദിവസങ്ങളാണ്. അപ്പം തിങ്കളാഴ്ചത്തേക്കുള്ള ക്ലാസ്സിലുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് മടി പിടിച്ചിരിക്കുക. പിന്നെ കുറച്ച് മഴയുള്ള ദിവസം ആയതുകൊണ്ട് അതിന്റെ ഒരു ഈസിനെസ്. ഇന്നെല്ലായിടത്തും മഴയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? മഴയുള്ള ദിവസമാണ്, നല്ല മഴയുള്ള ദിവസമാണ്. ഇപ്പോഴും നല്ല മഴയാണ് പുറത്തേക്ക്. മഴ ഉണ്ടല്ല. ഓക്കെ, ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്. ഓക്കെ, സോ വാട്ട് അബൌട്ട് യു? എന്തായിരുന്നു തന്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും വർക്കുകളും ഒക്കെ? ഇന്ന് ഒരുപാട് മീറ്റിംഗ്സിന്റെ ഡേ ആയിരുന്നു. ഫയർഫ്ലൈസിന്റെ തന്നെ ഒരുപാട് മീറ്റിംഗ് ആയിരുന്നു ഇന്ന്. ലാസ്റ്റിലെ മീറ്റിംഗ് ആണ് ലാലു നമ്മുടെ. അതെ, നല്ല എന്റെ ആട്ടെ. അതെ, തീർച്ചയായിട്ടും എല്ലാവരും വരുന്നുണ്ട്. സജിത്ത്, ഹരി, എല്ലാവരും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ സമയം അപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ചില്ല ടോക്കീസ് സീസൺ 2 എപ്പിസോഡ് 2 ആണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ലാലു പി ജോയ് ഫ്രം കണ്ണൂർ. ഓക്കെ, അപ്പൊ പുള്ളിക്കാരന് ഇതേപോലെ അസാപ്പിന്റെ ട്രെയിനറാണ്. അത്യാവശ്യം ഫോട്ടോഗ്രാഫി എല്ലാം ചെയ്യും. പിന്നെ ഇതേപോലെ ഒരുപാട് കാലമായി കുട്ടികളുടെ ഇടയിൽ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോ നിങ്ങളുടെ എഡ്യൂക്കേഷൻ എന്താണ്, നിങ്ങൾ ഇപ്പം വർക്ക് ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ളത് പറയാമോ? ഞാനൊരു സോഷ്യൽ വർക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്നായിരുന്നു എന്റെ PG കഴിഞ്ഞത്. സോഷ്യൽ വർക്ക് PG കഴിഞ്ഞത്, MSW കഴിഞ്ഞത്. അതുപോലെ തന്നെ ഗ്രാജുവേഷൻ ഞാൻ കുറച്ച് ഡിഫറെന്റ് ആണ്, ഫിസിക്സ് ആണ്. അത് കണ്ണൂര് കോളേജിൽ നിന്നായിരുന്നു. ഞാൻ കഴിഞ്ഞ 6 വർഷമായിട്ട് കേരള ഗവൺമെന്റിന്റെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അസാപ്പ് എന്ന് പറഞ്ഞ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാണ്. SD ആയിട്ട് സ്കിൽ ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് എന്നുള്ളതാണ് എന്റെ പോസ്റ്റ്. അതായത് കേരളത്തിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകളും കോളേജുകളിലാണ് നമ്മുടെ പ്രോജക്റ്റ് വർക്ക് ചെയ്യുന്നത്. ഞാൻ കറന്റ് വർക്ക് ചെയ്യുന്നത് ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അതുപോലെ തന്നെ 2 സ്കൂളുണ്ട്, നടവരമ്പ് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് കറന്റ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഞാൻ സോഷ്യൽ വർക്കിന്റെ പ്രൊഫസറും കൂടിയാണ്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ ഗസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ. പോസ്റ്റ് പാൻഡമിക് സെഷനിൽ ഐ വിൽ ബി ജോയിനിങ് കോളേജ് ഇൻ കുറ്റിപ്പുറം. സോ ദാറ്റ്സ് അബൌട്ട് മൈ പ്രൊഫസർ. ജോലിയൊക്കെ അങ്ങനെയാണ് പോയിക്കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ട്രെയിനർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു ഡേ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നിങ്ങളുടെ ഡേ എങ്ങനെയായിരിക്കും? ഒരു ട്രെയിനർ എന്നൊക്കെ പറയുമ്പോൾ പലർക്കും എന്തെങ്കിലും മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടാവും. എന്റെ ഡേ എന്ന് പറയുമ്പോൾ നോക്കൂ, എനിക്ക് പർട്ടിക്കുലർലി പ്രൊഫഷണലി ഇന്ററാക്ട് ചെയ്യാനായിട്ട് എനിക്ക് എന്റെ ഒരു സ്ട്രീമിൽ എനിക്ക് 2 സ്കൂള് കറന്റ് ഉണ്ടാവും. അപ്പം സാധാരണ ഒരു വർക്കിംഗ് ഡേ എന്ന് പറയുന്നത്, അതായത് ഞാൻ ഇപ്പം എസ്പെഷ്യലി പറയുകയാണെങ്കിൽ സാധാരണ ദിവസങ്ങളിലെ വർക്കിംഗ് ഡേ, അതായത് പാൻഡമിക് ഒന്നും ഇല്ലാത്ത, കൊറോണ ഒക്കെ ഇല്ലാത്ത സമയങ്ങളിലെ വർക്കിംഗ് ഡേ എന്ന് പറയുന്ന സമയത്ത് ഇനീഷ്യൽ ഡേയ്സ് ഒക്കെ, അതായത് അസാപ്പിൽ ജോയിൻ ചെയ്ത സമയമൊക്കെ നമുക്ക് കുറച്ച് ചെറിയ പ്രായത്തിൽ ട്രെയിനിങ് തുടങ്ങേണ്ടി വന്ന സമയത്തൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഭീകരമായിട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട്
കുറച്ച് ടെൻസ്ഡ് ആയിട്ടുള്ള ദിവസങ്ങളായിരുന്നു എന്റെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ. ലേറ്റർ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആവുകയാണ്. എന്റെ ഒരു ലൈഫ് പോളിസി എന്ന് പറയുന്നത് എക്സ്പീരിയൻസസ് മാറ്റേഴ്സ് ഉള്ളതാണ്. എത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യന്മാരാണോ അത്രത്തോളം ഗോയിങ് ടു ബി സ്മൂത്ത് എന്നുള്ളതാണ് എന്റെ ഒരു ഐഡിയോളജി. സോ ഐ എം ഗെറ്റിംഗ്, അതായത് ഇങ്ങനെ അതിന് ഞാൻ എന്റെ കുട്ടിയോടും താങ്ക്ഫുൾ ആണ്, ഞാൻ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരോട് താങ്ക്ഫുൾ ആണ്. ഒരു കമ്പൈൻഡ് ലേണിംഗ് പ്രോസസ് ആണ്. സോ ആസ് എ ട്രെയിനർ ഞാൻ ഇവോൾവ് ചെയ്യാണ്, അവർ ഇവോൾവ് ആവുകയാണ്. സോ വർഷങ്ങൾ കഴിയുന്നതനുസരിച്ച് എന്റെ വർക്ക് പ്രഷർ താഴേക്കാണ്. സോ ഇപ്പൊ നിങ്ങൾ എന്നോട് പറയണോ ഗോ ആൻഡ് മാനേജ് എ ടീം, അല്ലെങ്കിൽ ഒരു കുട്ടികളെ ഒന്ന് മാനേജ് ചെയ്യുന്ന പറയുന്ന സമയത്ത് ഇപ്പൊ എനിക്കത് ഭയങ്കര ഈസിയാണ്. ബിക്കോസ് ഓഫ് ഓൾ ദിസ് എക്സ്പീരിയൻസ് ഐ ഹാവ്. സോ ഐ വിൽ ബി ലിറ്റിൽ ബിറ്റ് ഈസി. പിന്നെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ വിഷയത്തിലേക്ക് ഫോം കാര്യങ്ങളുണ്ടെങ്കിൽ അതിന്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളുണ്ടാവും, പിന്നെ സിലബസ് ഫോളോയിങ് ഒക്കെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാവും. അതർവൈസ് ഞാൻ ഭയങ്കര കൂളാണ്, എന്റെ ജോലിയായിട്ട് ഞാൻ ഭയങ്കര കൂളാണ്, ഭയങ്കര ഈസിയാണ്. ഐ വിൽ ബി ജസ്റ്റ് ടേക്കിംഗ് അപ്പ് ക്ലാസ്സസ്. ദാറ്റ്സ് ഓക്കെ. റിയലി എൻജോയ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വർക്ക് നിങ്ങൾ അല്ലെ? തീർച്ചയായും ഒരുപാട്. എനിക്ക് ഐ സീരിയസ്ലി ലവ് ദിസ് പ്രൊഫഷൻ. അത് എങ്ങനെയാണ് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ഐ ജസ്റ്റ് ലവ് ദിസ്. എനിക്ക് എന്റെ ലൈഫ് ഇഷ്ടമാണ് ബിക്കോസ് ഐ ലവ് ദിസ് ജോബ്. എന്റെ ജോലി ഇഷ്ടമായതുകൊണ്ട് തന്നെ എന്റെ ലൈഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യത്തിൽ എനിക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് പറയാമോ? ഈ ട്രെയിനർ എന്നുള്ള ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ എന്താ ചെയ്യാ മോണിറ്ററിങ് ഒക്കെ ആണല്ലോ, ഒരുപാട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പലരും നിങ്ങളെ ഒരു റോൾ മോഡലായി കാണുന്ന ആൾക്കാർ പലരും ഉണ്ടാവും, സാറേ എന്ന് വിളിച്ച് വരാനുള്ള. അപ്പൊ ഈ ഒരു ലൈഫിലേക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം പറയാമോ? ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കൈകാര്യം ചെയ്യുന്ന കുട്ടികളായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കി ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മള് അതായത് എനിക്ക് കാലാകാലങ്ങളായിട്ട് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ രീതിന്റെ അർത്ഥം, അതായത് ഞാനൊരു ടീച്ചറാണ്, സോ ഞാൻ കുറച്ച് മുകളിലാണ്, അങ്ങനെ ആ ഒരു ഡിഫറൻസ് ഉണ്ട്, ആ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിനെ നമ്മൾ മറികടക്കാനാണ് അസാപ്പിന്റെ ട്രെയിനിങ്ങുകൾ ഞാൻ ശ്രമിക്കുക. എനിക്ക് അവരോട് കൂടുതൽ കണക്ട് ആവണമെങ്കിൽ ഞാൻ അവരുടെ ഭാഗത്തേക്ക് ഇറങ്ങി വരണമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. മുസാഫിർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? റേഞ്ചിന് എന്തെങ്കിലും ഇഷ്യൂ വന്നോ? റേഞ്ചിൽ ചെറിയ ഇഷ്യൂ വന്നിട്ടുണ്ട്. കോള് വന്നിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഞാൻ എന്റെ കുഴപ്പമില്ലല്ലോ, അറിയായില്ലേ? ഇപ്പൊ ഓക്കെയാണ്, റെഡി ആയിട്ടുണ്ട്. ഓക്കെ. സോ ഞാൻ ഈ ഗ്യാപ്പ് കുറച്ച് കുട്ടികളോട് മാക്സിമം കമ്പനിയായിട്ട് മാക്സിമം മിങ്കിൾ ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അറ്റ് ദ സെയിം ടൈം എനിക്ക് അവരുടെ കൂടെ ആയിരിക്കുകയും വേണം. പക്ഷെ അവരുടെ ആ ഒരു ഏജിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും, കൗമാരക്കാരുടെ ഏജിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും അത് ഞാൻ ഡീൽ ചെയ്യേണ്ടി കൂടി വരും. കാരണം എനിക്ക് അവരോട് എത്രത്തോളം ഞാൻ ഗ്യാപ്പ് കുറയ്ക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം റിസ്ക് ഫാക്ടർ കൂടുതലാണ്. കാരണം അറ്റ് ദ സെയിം ടൈം എനിക്കൊരു ഫ്രണ്ട് ആയിരിക്കണം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഒരു ഗ്യാപ്പിന് അപ്പുറത്തേക്ക് പോകാനും പാടില്ല. പക്ഷെ ആ ഒരു സംഭവം മെയിൻറ്റെയിൻ ചെയ്യണം. സോ ഒരു പ്രോബ്ലമാറ്റിക് ഏജ് എന്നാണ് നമ്മൾ ടീനേജിന് പറയാല്ലേ. എക്സാമ്പിൾ ആയിട്ട് പറയുന്ന സമയത്ത് ഞാൻ ക്ലാസ്സിൽ എന്റെ കുട്ടിയോട് ഞാൻ ഫസ്റ്റത്തെ കുറച്ച് സെക്ഷൻസ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും അവരോട് കമ്പനി ആവാന്നുള്ളത് തന്നെയാണ്. അപ്പം ഞാൻ അവരോട് ഇങ്ങനെ പറയാം, നമ്മളിപ്പം കുട്ടികളുടെ തോളത്ത് കൈയിട്ട് മുമ്പോട്ട് പോകുന്ന ഒരുപാട് അധ്യാപകരുണ്ടാവും, മനസ്സിലായില്ലേ? അപ്പൊ തിരിച്ച് കുട്ടികൾ നമ്മുടെ തോളത്ത് കൈയിടുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അത് ഞാൻ ലിറ്ററലി തോളത്ത് കൈയിടുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വിദ്യാർത്ഥികളുടെ ലെവലിലേക്ക് താഴുമ്പോൾ അതിനനുസരിച്ച് വിദ്യാർത്ഥികള് റിയാക്ട് ചെയ്യാന്നൊരു സംഭവമുണ്ട്. അപ്പൊ സാർ ഇങ്ങോട്ട് വന്നപ്പം സാറിന്റെ കളിക്ക് ഞങ്ങൾ കളിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചെറിയ സംഭവങ്ങൾ 1-2 തവണ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ അവരോട് കർശനമായിട്ട് അങ്ങനെയൊന്നുമല്ല, അത് അവർക്കൊരു റിയലൈസേഷനിലേക്ക് പോകാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇതാണ് എനിക്കൊരു പ്രശ്നം സംഭവിച്ചിട്ടുള്ളത്. സാറ് നമ്മുടെ ടൈപ്പാണ്, സാറ് താഴേക്കാണ്, എന്നാൽ പിന്നെ കുഴപ്പമില്ല, ഇടപെട ബന്ധം അയക്കളയാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്കൊരു പിന്നെ അങ്ങോട്ട് നമ്മളെ ഫോളോ ചെയ്യാൻ അവർക്കൊരു ബുദ്ധിമുട്ട്. നമ്മൾ ഉപദേശിക്കുമ്പോൾ അവർക്കൊരു അങ്ങനെയൊക്കെ ഒരു ചെറിയ സംഭവങ്ങളൊക്കെ ഒരുപാട് മിക്ക സ്കൂളുകളിലും 1-2 ഇൻസിഡൻസ് അങ്ങനെ ഉണ്ടായിട്ട് ഈ ഒരു സംഭവത്തിന്റെ പുറത്തുണ്ടായിട്ട്. അതൊരു ആ ലൈൻ എവിടെ വരക്കണം എന്നുള്ള സാധനമല്ല, പലർക്കും പലയിടത്തായിരിക്കും വരക്കേണ്ടത് അല്ലെ കുട്ടികളുടെ. ഈ ഒരു ഫിയർഫുൾ സിറ്റുവേഷൻ ക്ലാസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷെ ആ സമയത്ത് ടീച്ചറാണ് എന്നുള്ളൊരു സംഭവം കൂടി ഉണ്ടല്ലോ. സോ ആ ഒരു ലൈൻ മുസഫർ പറഞ്ഞ ആ ഒരു ലൈൻ നമ്മള് എവിടെ ഡിഫൈൻ ചെയ്യുന്നോ അത് കുട്ടികൾക്ക് മനസ്സിലാവണം. അതൊരു കമ്മ്യൂണിക്കേഷന്റെ ഭാഗം കൂടിയാണ്. ഇത് ട്രെയിനർ ആയതുകൊണ്ട് അങ്ങനെ തന്നെ പറയാം, അതൊരു കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ്. ആ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കും, അത് ഓക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ
ഓക്കെ ആയിരിക്കും. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പൊ ഇതില് ചലഞ്ചിങ്ങിന്റെ കാര്യം പറഞ്ഞു, നന്നായിട്ട് പാടുപെട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട എൻജോയ് ചെയ്യുന്ന ഒരു മൊമെന്റ് എന്താണ്? ലൈക്ക് ട്രെയിനിങ്ങിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്താണ്? ട്രെയിനിങ്ങിൽ നോക്കൂ, ഇതിന്റെ അകത്ത് ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ട് ട്രെയിനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ. അതായത് ഞാനതിനെ ഗിഫ്റ്റ് ഓഫ് ദ ഗ്യാപ്പ് എന്നൊക്കെ പറയും, നമ്മുടെ നാക്കിന്റെ ഗുണം എന്നൊക്കെ പറയും. സോ എനിക്ക് ഐ ലൈക്ക് ടു പ്രസന്റ് മൈസെൽഫ് ഓൾവേസ്. എനിക്ക് എന്നെ പ്രസന്റ് ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഞാനൊരു എന്താ പറയാ, ഒരു ഹ്യൂമാനിറ്റേറിയൻ ഫിലോസഫിയിൽ വിശ്വസിക്കുന്ന ആളാണ്. എല്ലാവരെയും കൺസിഡറേറ്റ് ചെയ്യുന്ന ഒരാളാണ്. സോ പ്രൊഫഷണലി കുറച്ച് സെൽഫിഷ് ആയിട്ട് ഞാൻ എന്നെ തന്നെ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ അതിനോട് കണക്ട് ആവുന്നുണ്ടെങ്കിൽ, അതിനുള്ള ഞാൻ ചെയ്യുന്ന എഫേർട്ടിന് ഒരു പോസിറ്റീവ് വൈബ് സൊസൈറ്റിയിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ഈ അസാ ട്രെയിനിങ്ങിനെ കുറിച്ച്, എന്റെ ട്രെയിനിങ് പ്രൊഫഷനെ കുറിച്ചുള്ള എന്റെ ഏറ്റവും വലിയ സന്തോഷം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് വിസിബിൾ ആണ്. നമ്മൾ ട്രെയിൻ ചെയ്യുന്ന കുട്ടികളുടെ ചേഞ്ച് നമുക്ക് മുമ്പിൽ കാണാൻ പറ്റും. നമ്മളിപ്പോ ഒരാളെ നമ്മളിപ്പോ എന്താ ഫിസിക്സോ കെമിസ്ട്രിയോ ഒക്കെ പഠിപ്പിച്ചു വിടുകയാണെങ്കിൽ അയാളുടെ അതുകൊണ്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ലൈക്ക് ലേറ്റർ സ്റ്റേജിൽ ആ ഒരു പ്രൊഫഷനിലേക്ക് എത്തുന്ന സമയത്താണ്. ബട്ട് ഹിയർ ട്രെയിനിങ്ങില് അവരുടെ ആറ്റിറ്റ്യൂഡും മൈൻഡ് സെറ്റ്, അവരുടെ അതൊക്കെ നമുക്ക് പെട്ടെന്ന് റിഫ്ലക്ട് ചെയ്ത് കാണാം. സോ ദാറ്റ് നമ്മുടെ എഫേർട്ടിന്റെ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് കൈ കിട്ടും. അപ്പോ പ്രൊഫഷണലി വേറെന്താ സന്തോഷം വേണ്ടേ? നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. യു ആർ എ സോഷ്യൽ വർക്കർ അല്ലെ? നിങ്ങൾ ചെയ്യുന്ന സംഭവങ്ങൾ സൊസൈറ്റിയിൽ റിഫ്ലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. സെയിം തിങ്, അതേ സംഭവമാണ് ട്രെയിനിങ്ങിന്റെ ഒരു എനർജി എന്ന് പറയുന്നത്. സോ ഐ എൻജോയ് ദാറ്റ് ഒരുപാട്. ഓക്കെ. അപ്പൊ ഇതേപോലെ നിങ്ങൾ പ്രൊഫഷനെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് മനസ്സിലായി, ചെയ്യുന്ന കാര്യത്തെ മനസ്സറിഞ്ഞ് ചെയ്യുന്ന ആളാണ്. ഈ ഒരു ലെവലിലേക്ക് ലൈക്ക് ഒരുപാട് ആൾക്കാർ ട്രെയിനിങ് ഫീൽഡ്, എനിക്ക് ഒരു കാലത്ത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ട്രെയിനർ ആവണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരോട് ലൈക്ക് ഈ ഒരു ഫീൽഡിൽ, ട്രെയിനർ ഫീൽഡിൽ അഡ്വാൻസ്ഡ് ആവണമെങ്കിൽ എന്തെല്ലാം സ്കിൽസ് നമുക്ക് വേണം? ലൈക്ക് നമ്മുടെ ബിഹേവിയറിൽ എന്താ ചേഞ്ച് വരുത്തേണ്ടതുണ്ടോ? ആറ്റിറ്റ്യൂഡ് മാറേണ്ടതുണ്ടോ? അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അഡ്വൈസ് കൊടുക്കാൻ എന്താണ്? അഡ്വൈസ് എത്രേ ഉള്ളൂ, നമ്മൾ ക്ലിയർ ആയിരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ല, നമ്മൾ ആയിരിക്കുന്നത് തന്നെ നമ്മൾ റിഫ്ലക്ട് ചെയ്ത് നാച്ചുറൽ ആയിട്ട് പോവുക. അതായത് ഒരു ജോലി ചെയ്യാനായിട്ട് ദയവ് ചെയ്ത് ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു സാധനം തിരഞ്ഞെടുക്കരുത്. നമുക്ക് അങ്ങനെ ഒരു പാഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇതൊരു പ്രൊഫഷൻ ആയിട്ട് പോയാൽ നമ്മൾ ഹാപ്പി ആയിരിക്കും. നമ്മുടെ പേഴ്സണൽ ഹാപ്പിനെസ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എനിക്ക് കുറച്ച് കാശ് ഉണ്ടാക്കാൻ വേണ്ടി എന്നാൽ പിന്നെ നമുക്ക് ട്രെയിനിങ് ഫീൽഡിലേക്ക് ഇറങ്ങിയേക്കാം എന്ന് പറഞ്ഞ ഒരു അപ്രോച്ച് എനിക്ക് ഇഷ്ടമല്ല. അതായത് മനസ്സറിയാതെ നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിന് ഇൻ ബിറ്റ്വീൻ ഒരു തടസ്സം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഹാപ്പി ആയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്നതിൽ നമ്മൾ ഹാപ്പി ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ മേക്ക് ദിസ് എൻറ്റയർ തിങ്, നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെന്റ് ഒക്കെ എല്ലാം നമുക്ക് ഹാപ്പി ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. സോ ഒരു ജോലി എനിക്ക് വേണം, സോ ഐ എം ചൂസിങ് ബീങ് എ ട്രെയിനർ എന്നുള്ളതല്ല. നേരെ മറിച്ച് എനിക്ക് ഇഫ് ഐ ക്യാൻ ബി ഹാപ്പി ഇൻ ദിസ് പ്രൊഫഷൻ ഐ ക്യാൻ മേക്ക് ചേഞ്ചസ് ടു സൊസൈറ്റി എന്നുള്ള കാര്യത്തിൽ നമുക്ക് കോൺഫിഡന്റ് ആണെങ്കിൽ കണ്ണും കൂട്ടി ഇറങ്ങിക്കോളൂ, ഒന്നും പേടിക്കാനില്ല. വി ക്യാൻ മേക്ക് ദിസ് വർക്ക്. ഓക്കെ. പിന്നെ നമ്മളൊരു ട്രെയിനർ അപ്രോച്ച് ചെയ്യണമെങ്കിൽ, ലൈക്ക് ഇപ്പോ ഞാൻ ഒരു കരിയർ കൗൺസിലർ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ലൈഫ് കോച്ചിനെ അപ്രോച്ച് ചെയ്യണം, ആ സമയത്ത് നമ്മൾ അഡ്രസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലം ലൈക്ക് അക്കാഡമിക്സിന്റെ കാര്യത്തിലാണെങ്കിൽ കുട്ടിയുടെ പാഷന് ഒരു കാര്യമായിരിക്കും, പഠിക്കാനുള്ളത് വേറെ ആയിരിക്കും. അപ്പൊ ഇത് ഒത്തു പോവില്ല. ലൈക്ക് ഇപ്പം 10ാം ക്ലാസ് അല്ലെങ്കിൽ +2, ഞാൻ മുന്നത്തെ സ്പീക്കറോടും ചോദിച്ച സെയിം കാര്യമാണ്. 10ാം ക്ലാസ് +2 എന്നുള്ള ഒരു ഡെഡ് ലൈൻ വരയ്ക്കുന്ന പല രക്ഷിതാക്കളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി നിന്റെ പ്രൊഫഷന് ലൈക്ക് നിന്റെ പാഷൻ തപ്പിപ്പൊക്കോ, എനിക്ക് യൂട്യൂബർ ആവണോ അതായിക്കോ, നിനക്ക് വേറെ എന്തെങ്കിലും സിനിമ പിടിക്കണോ, അതെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പോയിക്കോ എന്നൊക്കെ പറയുന്ന, വരക്കണോ അത് കഴിഞ്ഞിട്ട് വരച്ചോ, +2 കഴിഞ്ഞിട്ട്. കാരണം 10th അല്ലെങ്കിൽ +2 എന്ന് പറയുന്നത് ഭയങ്കര ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്, എല്ലായിടത്തും സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിക്കുന്നതാണ് എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ ഒരു ലൈന് വരയ്ക്കേണ്ടതുണ്ടോ? +2 ശേഷം പാഷന്റെ പിന്നാലെ മക്കളെ വിട്ടാൽ മതിയോ, അതിന് മുന്നേ തന്നെ വിടണോ? പിന്നെ ഇതിന്റെ കൂടെ ആഡ് ചെയ്തൊരു ക്വസ്റ്റ്യൻ, കാരണം അത് ചോദിക്കാനുള്ള കാരണം രക്ഷിതാക്കൾ കൺസേൺ ആവുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അവരവരുടെ പാഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ചില കുട്ടികൾ കുറച്ച് ഐക്യു ലെവൽ ഇച്ചിരി കുറവുള്ള കുട്ടികളാണെങ്കിൽ അക്കാഡമിക്സും പാഷനും ഒരുമിച്ച് കൊണ്ടുപോകാൻ മാത്രം കപ്പാസിറ്റി ഉണ്ടാവില്ല, പെട്ടെന്ന് ഡിസ്ട്രാക്ട് ആയി പഠിക്കാനിരിക്കുമ്പോ ഒക്കെ മറ്റേതായിരിക്കും മനസ്സിൽ. അപ്പം ഇങ്ങനെയുള്ള കുട്ടികളെ എങ്ങനെയാണ് ഡീൽ ചെയ്യാറ്? നിങ്ങളുടെ പെർസ്പെക്ടീവ് നിങ്ങൾ എന്താ ചെയ്യാ? ഓക്കെ, ഞാനത് ഒന്ന് ഒരുമിച്ചൊരു ആൻസറിലേക്ക് എത്താൻ പറ്റുമെന്ന് ശ്രമിക്കാം. കുറച്ച് ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ എന്റെ കുട്ടികളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക എന്ന് പറയുന്നത് എപ്പോഴും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പം ഞാൻ എന്റെ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്, ഈ
നമുക്ക് ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ചില കണ്ടക്ടർമാര് നമ്മോട് ഭയങ്കര മോശമായിട്ട് പെരുമാറുന്ന കാണാം. ചില ടീച്ചർമാര് കുട്ടികളോട് ഭയങ്കര മോശമായിട്ട് പെരുമാറുന്ന കാണാം. അതുപോലെ എല്ലാ ജോലി മേഖലകളിലും ഉണ്ടാവും. നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും അല്ലെ? അതായത് ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ബാങ്കിന്റെ അക്കൗണ്ടിലൊക്കെ ചില സമയത്ത് ചില ആൾക്കാർ കുറച്ച് ദേഷ്യപ്പെട്ട് അങ്ങനെ പെരുമാറുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. എല്ലാ പ്രൊഫഷനിലും ഏതും ആയിക്കോട്ടെ, അതായത് ഏത് പ്രൊഫഷൻ ആണെങ്കിലും നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരെ കാണാൻ വേണ്ടി പറ്റും. ഇതിനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് മറ്റുള്ള വേറൊരാളുടെ ലക്ഷ്യം നമ്മൾ ജീവിച്ചു തീർക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണ്. ചിലപ്പോൾ നമുക്ക് കുറച്ച് കാശൊക്കെ കിട്ടുന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ആ പ്രൊഫഷനിൽ കുറച്ച് നാൾ തുറന്നു പോകും. പക്ഷേ അതൊരു ഫോഴ്സ്ഫുള്ളി നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു പ്രൊഫഷൻ ആണെങ്കിൽ അതിൽ ദീർഘകാലം ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ലോകത്തുള്ള എല്ലാ ജോലിയും, എന്ത് ജോലി ആയിക്കോട്ടെ, അതിപ്പോ സ്വാർത്ഥതയുടെ പുറത്ത് നമ്മൾ ചെയ്യുന്ന ഫോട്ടോഗ്രാഫി ആയിക്കോട്ടെ, ട്രാവൽ ആയിക്കോട്ടെ, എഴുത്തായിക്കോട്ടെ, ഞാൻ കോംപ്ലിക്കേഷൻ ആവരുത് കേട്ടോ, സ്വാർത്ഥതയുടെ പേര് ചെയ്യുന്ന ജോലികളോ ഞാനിപ്പോ പറഞ്ഞ പ്രൊഫഷൻസോ എന്തോ ആയിക്കോട്ടെ, ഏതാണെങ്കിലും അത് വേറൊരാൾക്ക് സർവീസ് ആണ്. മനസ്സിലായില്ലേ? അതൊരു എല്ലാത്തിനും, അപ്പൊ അത് ഒരു ബിസിനസ് ആണെങ്കിൽ പോലും നമുക്ക് ആ ബിസിനസ്സിന് മുമ്പിൽ ആൾക്കാരുണ്ട്, അവർക്കൊരു സർവീസ് ആണ് നമ്മൾ ചെയ്യുന്നത്. സോ സർവീസ് സെക്ടറിലേക്കാണ് എല്ലാ ജോലികളും അൾട്ടിമേറ്റ്ലി പോവുക. നമ്മൾ ഈ കുട്ടികളെ ഞാൻ ഇത് മാതാപിതാക്കളെ അതുപോലെ തന്നെ മുതിർന്നവരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. സോ നമ്മുടെ ഒരു ഐഡിയ പ്രകാരം നമ്മൾ കുട്ടികളെ മുമ്പോട്ട് വിടുകയാണെങ്കിൽ അവിടെ നമ്മൾ വി ആർ ഫോഴ്സിങ് ദം ടു സെലക്ട് എ കരിയർ, ഓർ വി ആർ ഫോഴ്സിങ് ദം ടു സ്റ്റഡി എ പർട്ടിക്കുലർ തിങ്. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു രീതിയിലേക്കാണ് നമ്മുടെ കുട്ടികൾ വരിക. അവര് വേറെ ആൾക്കാരുടെ ഒരു ലക്ഷ്യം അവർ ജീവിച്ചു തീർക്കണം. ദേ കനോട്ട് ബി ഹാപ്പി. ഒരു നിശ്ചിത കാലത്തിനപ്പുറത്തേക്ക് അവർക്ക് ഹാപ്പി ചെയ്യാൻ പറ്റില്ല. ഈ സർവീസ് എന്ന് പറയുന്ന പ്രോസസ്സിന് ബാധിക്കും. സോ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ നന്നായിട്ട് പഠിക്കണം, നല്ല മാർക്ക് വാങ്ങിക്കണം, ആ കാര്യത്തിലൊരു സംശയമില്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ മാർക്കും കാര്യങ്ങളും ഒക്കെ ഇത് ജസ്റ്റ് എ പ്രോസസ് ടു ഗെറ്റ് ടു ദ അനദർ ലെവൽ അല്ലേ? 10ാം ക്ലാസ്സിന്റെ മാർക്ക് എന്തിനാണ്? നമുക്കൊരു നല്ല സ്കൂളിൽ +2 അഡ്മിഷൻ കിട്ടണം. +2 മാർക്ക് എന്തിനാണ്? നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കയറി പോകണം. ഓക്കെ, അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഒരിക്കലും ആ ഒരു സെൻസിൽ എടുക്കരുത്. പക്ഷെ ഞാൻ പറയുന്നത് ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് ഇത് കൊണ്ടുപോയേ പറ്റൂ. അതിനകത്ത് വേറൊരു മാർഗ്ഗമില്ല. എന്നോട് മുസാഫിർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ച പോലെ 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷവും +2 കഴിഞ്ഞ ശേഷവും നമുക്ക് ഇത് ആലോചിക്കാന്ന് പറയുന്ന സമയത്ത് ഈ കുട്ടികളുടെ ആ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന അത്രയും മനോഹരമായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടത്തെ പഠിത്തത്തിലേക്ക് മാത്രം തിരിച്ചുവിടുകയാണോ വേണ്ടത്? ഒരിക്കലും അല്ല എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ ആൻസർ. ആൻഡ് ഐ കീപ് ഓൺ സെയിങ്. അതിപ്പോ ഒരു എന്താ പറയാ, ഒരു പാരന്റ്സ് മീറ്റിംഗ് ഒക്കെ വരുന്ന സമയത്ത് എന്റെ എപ്പോഴത്തെ പ്രൈമറി കൺസേൺ ആണ്. അതുപോലെ ഈ ഒരു സമയം ഉണ്ടല്ലോ, എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് ഒരുപാട് പേര് വിളിക്കും, കരിയർ കൗൺസിലിംഗിന്റെ കാര്യം ചോദിച്ചിട്ട് എന്നെ കുറെ കുട്ടികളുടെ മാതാപിതാക്കളൊക്കെ വിളിക്കും. എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എപ്പോഴും എന്താണ് അയാളുടെ ഇഷ്ടം എന്നുള്ളതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഒരു പേഴ്സണൽ കരിയർ ഗൈഡൻസ് കോച്ച് എന്നുള്ള ഒരു ബ്രാൻഡിൽ ഞാൻ എവിടെയും പോകാറില്ല. എന്നെ ഞാൻ പ്രസന്റ് ചെയ്യാറേ ഇല്ല. കാരണം എനിക്ക് ചിലപ്പോൾ സാറേ എനിക്ക് ഇന്ന കോഴ്സ് ചെയ്യണം, എന്താണ് ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് ചിലപ്പോൾ സഹായിക്കാൻ പറ്റും. സാറേ എനിക്ക് ഫോട്ടോഗ്രാഫി പഠിക്കണം, അല്ലെ സാറേ എനിക്ക് കൊമേഴ്സ് ആണ് താല്പര്യം, എനിക്ക് ടീച്ചിങ് ആണ് താല്പര്യം എന്ന് പറയുമ്പോൾ ഐ ക്യാൻ ഹെൽപ് ദം. അതർവൈസ് സാറേ എന്നെ സാറിന് അറിയാലോ, എന്റെ മോളെ എനിക്കറിയാലോ, എന്റെ മോനെ എനിക്കറിയാലോ, ഒരു കരിയർ ചോയ്സ് ചെയ്ത് ചോദിക്കുമ്പോൾ ഞാൻ അട്ടർ ഫെയിലിയർ ആണ് ആസ് എ ട്രെയിനർ. അങ്ങനെ ചോദിച്ചാൽ ഞാൻ കംപ്ലീറ്റ്ലി ഡൗൺ ആണ്. ഞാൻ നൈസായിട്ട് മുങ്ങും, അവിടുന്ന് നൈസായിട്ട് വലിഞ്ഞു പോകും. ഐ കനോട്ട് ഡു ദാറ്റ്. നമ്മുടെ മക്കളൊക്കെയാണ്, ശരിയാണ്, പാരന്റ്സിന്റെ കൺസേൺ ഒക്കെ നമ്മൾ മനസ്സിലാക്കും, അതൊക്കെ മനസ്സിലാക്കും. ഇപ്പൊ ഞാൻ കുട്ടിയോട് അവരുടെ ഒരു പെർസ്പെക്റ്റീവ് ഇങ്ങനെ പറയാറുണ്ട്. നമുക്കൊരു കരിയർ ചോയ്സ് നമുക്കില്ല, അതുപോലെ തന്നെ നമുക്കത് നമ്മുടെ മാതാപിതാക്കളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എനിക്ക് +2 കഴിഞ്ഞ് ഇത് ചെയ്യണം, എനിക്ക് ഡിഗ്രി കഴിഞ്ഞ് ഇത് ചെയ്യണം, എന്റെ ആഗ്രഹം ഇതാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾ എന്ത് ചെയ്യും? അവരെ മാതാപിതാക്കളുടെ വഴിക്ക് കൊണ്ടുവിടും. സോ ഐ ആസ്ക് ദം ടു ഡ്രീം. ഞാൻ അവരോട് എപ്പോഴും ഈ കരിയർ ചോയ്സസ് അവർക്ക് സ്വന്തമായിട്ട് ഉണ്ടാവുന്നതിന്റെ ആവശ്യത്തെ കുറിച്ച് എപ്പോഴും പറയും. അപ്പം ഇത് മാതാപിതാക്കളുടെയും കൂടി ഒരു കൺസേൺ ആയിട്ട് വരണം. കാരണം അവരെ ഈ പാഷൻസും സാധനങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനും അതിനനുസരിച്ച് പോകാനുള്ള ഒരു ഫ്രീഡം അവർക്ക് വേണം. ഈ പാൻഡമിക് അതിന് ഹെൽപ്പ് ചെയ്തെന്നാണ് എന്റെ വിശ്വാസം. കാരണം ഇപ്പോഴത്തെ സ്കൂൾ ടൈമിംഗ് ഒക്കെ നോക്കൂ, ഉച്ചയാകുമ്പോഴത്തേക്കും കുട്ടികൾ ഫ്രീ ആണ്. മനസ്സിലായില്ലേ? അടുത്ത കാര്യം അതാണ് ചോദിക്കാനുള്ളത്. അതായത് ഈ പാൻഡമിക് കോവിഡ് വന്ന് ടെക്സ്റ്റ് ബുക്കിന്റെ പുറത്താണ്, ഔട്ട് ഓഫ് ടെക്സ്റ്റ് ബുക്കാണ്. അവർക്ക് എന്താ, സ്കൂളിൽ രാവിലെ എണീക്കുക, ചോറ് പാത്രത്തിലാക്കുക, സ്കൂളിൽ പോവുക, ബെഞ്ചിലിരിക്കുക, ഉച്ചക്ക് ഇന്റർവെല്ലിന് കളിക്കുക, വൈകിട്ടും വരെ പഠിക്കുക, വൈകിട്ട് തിരിച്ചു വരിക. ആ റൊട്ടീൻ ഇപ്പൊ ഇല്ല. അപ്പം വലിയ വീട്ടിലിരിക്കുന്ന സമയത്ത് ആ ഒരു സ്കൂളിങ്ങിന്റെ റൊട്ടീന് ലൈഫിൽ നിന്ന് പാടേ പോയി. ഇപ്പൊ അതില്ല. ഈ ഒരു സാധനം കുട്ടികളെ ലൈക്ക് അവരുടെ ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കുട്ടികളുടെ കുഞ്ഞു കാലം എന്തായാലും ക്രിയേറ്റീവ് ആയിട്ടുള്ള സമയമാണ് ഈ അഡോളസെന്റ്, ഈ കുഞ്ഞു പ്രായം എന്ന് പറയുന്നത്. ആ സമയത്ത് ഈ സ്കൂളിംഗ് എന്നുള്ള സാധനം എന്താണ്, ഭയങ്കര എക്സ്പെരിമെന്റൽ ആണത്.
നമുക്ക് എന്താണ് കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെ ചെയ്യാൻ ഭയങ്കര എക്സ്പെരിമെന്റൽ കാര്യമാണ്. അപ്പൊ ഈ ഒരു കാര്യം കുഞ്ഞുങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടാണ് നെഗറ്റീവ് ആയിട്ടാണ് എഫക്ട് ചെയ്തത് കുട്ടികളുടെ കേസില്? ഇതൊരു ഇതൊരു ഷോർട്ട് ടേം തിങ് ആണ് പാൻഡമിക് എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ ഭയങ്കര പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യും. മനസ്സിലായില്ലേ? അതർവൈസ് കുട്ടികൾക്ക് മിസ് ചെയ്യുന്ന ഒരു സോഷ്യലൈസേഷൻ ഫാക്ടർ ഉണ്ട് മൊത്തത്തിൽ. അത് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായില്ലേ? നമ്മളൊരു സോഷ്യൽ ബീയിങ് ആണ് അല്ലെ, നമ്മളൊരു ഒരു സാമൂഹ്യ ജീവിയാണ്. സോ ഈ കുട്ടികളുടെ ഒരു സോഷ്യലൈസേഷൻ പ്രോസസ്സ് നടക്കുന്നത് വീട്ടിൽ നിന്ന് മാത്രമല്ല. ആ ഒരു പ്രോസസ്സ് മിസ്സിംഗ് ആണ്. ആ ഒരു സെൻസ് അവിടെ മാറ്റി വെക്കുക. ഇതൊരു ഷോർട്ട് ടേം ഇഷ്യൂ ആണെന്ന് നമുക്ക് വിശ്വസിക്കാം. ഞാനിത് പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. സോ ആ ഒരു സെൻസിൽ എടുക്കുകയാണെങ്കിൽ ഇതൊരു ബെറ്റർ ചേഞ്ചിന് കാരണമാവുമെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. ഒരു ഹോക്സ് ന്യൂസ് ആണെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസ സമയം മാറ്റാനുള്ള ഒരു പ്ലാൻ ഉണ്ടെന്നുള്ള വാർത്തകളൊക്കെ പലതവണ പാൻഡമിക്കിന് മുമ്പ് വന്നിരുന്നു. അതായത് കുട്ടികൾക്ക് കുറച്ച് നേരത്തെ ക്ലാസ് തുടങ്ങി ഉച്ചയോടെ അവരെ ഫ്രീ ആക്കുന്ന രീതിയിലൊക്കെ. ആ സമയത്താണ് നമ്മുടെ കൊറോണ ഹിറ്റ് വരുന്നത്. അതിനുശേഷം കുട്ടികൾ ഇപ്പൊ എല്ലാവരും ഉച്ചയാകുമ്പോഴത്തേക്ക് ഫ്രീ ആണ്. അപ്പം ഇവർക്ക് ഈ പറഞ്ഞതിന് പോലെ സമയം കിട്ടും. അപ്പൊ വൈകുന്നേരം സ്കൂളിൽ വരുന്ന ഒരു കുട്ടിയോട് ഇരുന്ന് പഠിക്കടി എന്ന് പറയുന്ന പോലെ ഉച്ച മുതൽ രാത്രി വരെ പഠിക്കടി അല്ലെങ്കിൽ പഠിക്കലാന്ന് പറഞ്ഞിട്ട് പുറകെ നടക്കാനായിട്ട് മാതാപിതാക്കൾക്ക് അത്രയും ക്രൂരത കാണിക്കില്ല എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു. സോ അത് ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡാണ്. ഓക്കെ, പക്ഷെ ഇതിന് ഡെഫിനറ്റ്ലി ഞാൻ ഈ പറഞ്ഞ വേറൊരു ഫാക്ടർ ഉണ്ട്. നമ്മൾ ഈ അല്ലെങ്കിൽ ഈ ഒരു സ്കൂളിന്റെ ഒരു സോഷ്യലൈസേഷൻ സിറ്റുവേഷൻ നടത്തുന്ന കുട്ടികൾ പുറത്തോട്ട് വരുന്നത്, പ്രത്യേകിച്ചും ചെറിയ കുട്ടികളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു നെഗറ്റീവ് സൈഡ് ഇതിനുണ്ടെങ്കിലും ഇതിന് ഈ ഒരു നമ്മുടെ ഈ പാഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇപ്പൊ നോക്കൂ, ഒന്ന് നമ്മൾ ചുറ്റുപാടും നോക്കുകയാണെങ്കിൽ എത്രയധികം വ്ളോഗേഴ്സിനെയാണ് നമുക്ക് കിട്ടിയേക്കുന്നല്ലേ. ചെറിയ പിള്ളേര്, ചെറിയ പയ്യൻ നിക്കർ എടുത്തിട്ട് അലക്കുന്ന വീഡിയോ ഒക്കെ, അതൊക്കെ ഭയങ്കര വൈറലായി. സോ നമുക്ക് ഇവർക്ക് ദേ ആർ ഗെറ്റിംഗ് ടൈം. അതിപ്പോ ബോട്ടിലായിക്കോട്ടെ, പെയിന്റിങ്സ് ആയിക്കോട്ടെ, എഴുത്തുകളായിക്കോട്ടെ, വരയായിക്കോട്ടെ, നമുക്കൊരു ഭയങ്കരമായിട്ടുള്ള ടൈം കിട്ടാണ്. സോ ഈ ഒരു പോസിറ്റീവ് തിങ് നമ്മുടെ ലേറ്റർ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലേക്ക് അഡാപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നന്നായിരിക്കുന്നതാണ് എന്റെ വിശ്വാസം. കാരണം അവർക്ക് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഇത്രയും അതൊരു പോസിറ്റീവ് തിങ് ആണ് അല്ലെ. അതൊരു വളരെ പോസിറ്റീവ് ആയിട്ടൊരു ഫാക്ടറാണ്. പക്ഷെ ഡെഫിനറ്റ്ലി ഞാനൊരു 100% പോസിറ്റീവ് ആയിട്ടൊരു കാര്യം ഞാൻ പറയില്ല. കാരണം ഇതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ബീയിങ് സോഷ്യലൈസ്ഡ് വിത്ത് ടീച്ചേഴ്സ് ആയിക്കോട്ടെ, നമ്മളിപ്പം സ്കൂളുകളിലേക്ക് പോകുന്ന സമയത്ത് കണ്ടുമുട്ടുന്ന ആൾക്കാരായിക്കോട്ടെ, കൂട്ടുകാരായിക്കോട്ടെ, ഉച്ചയ്ക്കുള്ള ഈ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കുന്ന സമയം, ഇന്റർവെൽ ടൈം, അവിടുത്തെ കളികൾ, അടി, പിച്ചല്, മാന്തറി, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ അവർ മിസ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഷോർട്ട് ടേം സിറ്റുവേഷൻ ആകുന്നത് കൊണ്ട് ദിസ് ഈസ് വെരി ഗുഡ്. ഇതൊരു ചെറിയ കാലയളവിലേക്ക് മാത്രമുള്ള സംഭവം ആയതുകൊണ്ട് ദിസ് ഇസ് ഗോയിങ് ടു ബി ഗുഡ്. ഓക്കെ, ഫൈൻ. ഇനി ലൈക്ക് ഒരു ട്രെയിനർ എന്നുള്ള പെർസ്പെക്റ്റീവില് ലൈക്ക് നിങ്ങളുടെ ലൈഫ് പാടെ മാറിയിട്ടുണ്ട്. കുട്ടികളുടെ ഇടയിൽ ഇറങ്ങിയിട്ട് എടാ മൈക്ക് കൊടുത്തിട്ട് എടാ എനിക്കെന്താ പറയാനുള്ളത് എന്നിങ്ങനെ മൈക്ക് കൊടുക്കുന്ന ആളായിരുന്നു ട്രെയിനർ എന്നൊക്കെ പറയുന്നത്. ആ ഒരു സിറ്റുവേഷൻ മാറിയിട്ട് ഒരു റൂമിൽ ഇരുന്ന് സ്ക്രീനിൽ നോക്കിയിട്ട് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ. അപ്പൊ ഈ ഒരു അവസ്ഥ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് അതെങ്ങനെയാണ് എഫക്ട് ചെയ്തിട്ടുള്ളത്? എത്രത്തോളം നിങ്ങൾക്ക് പറ്റുന്നുണ്ട് നിങ്ങളുടെ ജോബിനോട് ഒരു ഫീൽ ഉണ്ടോ? കൂർ കാണിക്കാൻ പറ്റുന്നുണ്ട്? 100% ഞാൻ പറയുന്ന കാര്യം കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണോ? ഞാൻ ആദ്യം പറഞ്ഞില്ലേ മുസഫിർ, ഞാൻ എന്റെ പ്രൊഫഷനിൽ കുറച്ച് സെൽഫിഷ് ആണ്. ബിക്കോസ് ഐ ലൈക്ക് ടു പ്രസന്റ് മൈസെൽഫ് ആൻഡ് ഐ എം ഹാപ്പി ഇൻ ദാറ്റ്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് കൊണ്ടുപോകുന്ന ക്ലാസ്സുകൾ, ട്രെയിനിങ്ങുകളൊക്കെ ഒരു മൊബൈലിന്റെ സ്ക്രീനിലേക്ക്, ലാപ്ടോപ്പിന്റെ സ്ക്രീനിലേക്ക് മാറുന്ന സമയത്ത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. അതെനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ബിക്കോസ് എനിക്ക് അവരുടെ അടുത്തായിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഞാൻ കോളേജിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. ഓക്കെ, കോളേജിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കോളേജിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇപ്പം കോളേജ് കുട്ടികളെ നമ്മൾ അവർക്കൊരു സബ്ജക്ട് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെ, ഒരു സബ്ജക്ട് കൺവേ ചെയ്യാണ്. സോ ക്ലാസ് റൂം സെറ്റപ്പിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആ സബ്ജക്ട് കൺവേ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഉയർന്ന വിദ്യാഭ്യാസം നടത്തുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബിക്കോസ് ദേ നീഡ് ഇറ്റ്. അവർക്ക് ഇതിന്റെ ആവശ്യം അറിയാം, അവർക്ക് ഇതിന്റെ സിറ്റുവേഷന്റെ സീരിയസ്നെസ് അറിയാം. ബിക്കോസ് അവരത് ബ്ലൈൻഡ്ലി അവർ ക്ലാസ് അറ്റൻഡ് ചെയ്യും അല്ലെ, അതിനകത്ത് ഒരു സംഭവമില്ല, ഒരു പ്രശ്നമില്ല. പക്ഷെ ചെറിയ കുട്ടികളുടെ കാര്യം ഓർത്ത് നോക്കൂ. ഈ ചെറിയ കുട്ടികളെ ക്ലാസ്സിന് മുമ്പിൽ ഇരുന്ന കാര്യം ഒന്ന് ഓർത്ത് നോക്കൂ. അവർക്ക് പ്രത്യേകിച്ച് അവർക്ക് ഈ അതൊരു നമുക്ക് എന്താ പറയാ, ഈ കൺവേയിലൊരു പ്രശ്നമായിട്ട് ക്ലാസ് തുടങ്ങാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. കാരണം ഇത്രയും ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് ലൈവായിട്ട് പോയിക്കൊണ്ടിരുന്ന ക്ലാസ്സിനെ പെട്ടെന്ന് ഒരു ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സ്ക്രീനിലേക്ക് മാറ്റാന്ന് പറയുന്ന സമയത്ത്, സോ ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുക്കുന്ന സമയത്ത് ഐ വാസ് തിങ്കിങ്, ഇതൊരു പരീക്ഷണമാണ് അല്ലെ, ഇതൊരു പരീക്ഷണമാണ്. സോ ഐ വാസ് തിങ്കിങ്, ഇവരെ ഒന്ന് അനക്കാൻ എന്താ ചെയ്യാ, ഇരിക്കുന്നിടത്തൊന്ന് അനങ്ങണം, ഇവരെ അനക്കാൻ എന്താ ചെയ്യാ.
അനങ്ങണം. അലക്കാൻ എന്താ ചെയ്യാൻ ചോദിക്കുന്ന സമയത്ത് ഓക്കെ ഞാൻ പറയണ സോ അടുക്കളയിരിക്കുന്ന അടുക്കള അമ്മ കറി വെച്ചേക്കുന്നു നോക്കാൻ പറഞ്ഞിട്ട് 30 സെക്കൻഡ് സമയം കൊണ്ട് തിരിച്ചു അങ്ങനെയൊക്കെ വി ആർ പുഷിംഗ് ദിസ് ടു ദ എക്സ്ട്രീം. അതായത് സർവൈവലിന്റെ അങ്ങേയറ്റത്തേക്ക് കാര്യങ്ങൾ വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക്, കാരണം പ്രത്യേകിച്ച് സിലബസ് ഓറിയന്റഡ് ആയിട്ട് ട്രെയിനിങ് കൂടെ പോകുന്നത് കൊണ്ട് ഒരു പരിധിക്കപ്പുറത്തേക്ക് എന്നാ പിന്നെ ഇതൊക്കെ കഴിയട്ടെ എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല. ബിക്കോസ് അവരുടെ ലൈഫും കൂടി ഇൻവോൾവ് ആണ്. സോ ഐ ആം ഫോഴ്സ്ഡ് ടു ടേക്ക് ക്ലാസ്സസ്. അപ്പൊ അതിനെ എങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാം, അതാണ് ചോദ്യം. അതിന് വി ഹാവ് ടു മേക്ക് എഫേർട്ട്. നല്ല എഫേർട്ട് ഉണ്ട്. നല്ല എഫേർട്ട് എന്ന് വെച്ചാൽ നല്ല എഫേർട്ട് ഉണ്ട്. പിന്നെ അതിൽ ഞാൻ ഹാപ്പി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ okay, again, I am loving my job, but I think this will be over very soon and I will be going back to them. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. സീരിയസ്ലി അതിനുവേണ്ടിയുള്ള ഭയങ്കരമായ കാത്തിരിപ്പിലാണ്. ഓക്കെ. പിന്നെ നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവില് ഒരു ക്വാളിറ്റി ലൈക്ക് 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഒരു സാധാരണ 4 റൂമിലുള്ള ക്ലാസ് റൂം, ഒരു ബ്ലാക്ക് ബോർഡ്, കുറെ ചാർട്ട്, ഇതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ ഒരു ലേണിംഗ് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ? അത് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. കേൾക്കാമോ? എന്തോ ഒരു ഇഷ്യൂ അത് മാത്രമല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഐ ബിലീവ് എക്സ്പീരിയൻസ് ഇസ് ദ ബെസ്റ്റ് ടീച്ചർ. അതിലാണ് എന്റെ പേഴ്സണൽ ബിലീഫ്. സോ കുട്ടികൾക്ക് എക്സ്പീരിയൻസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അതിന്റെ ഒരു ലൈഫ്. ഇപ്പൊ ഞാൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകളാണ് എടുക്കുന്നതെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു കുട്ടി ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കുകയാണ്, ഒരു തെറ്റ് വരുത്താണ്. അപ്പൊ ഈ തെറ്റ് വരുത്തുന്ന സമയത്ത് നമ്മള് നീ പറഞ്ഞത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അപ്പൊ തന്നെ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞ് തിരുത്താം, ആൾക്കാരുടെ ഉപയോഗിച്ച് തിരുത്താം. ബട്ട് വാട്ട് ഐ ഡു ഈസ് ഐ ലെറ്റ് ഹിം ഗോ. ഓക്കെ, എന്നിട്ട് അത് കോമൺ ആയിട്ട് ആളെ പേഴ്സണലി ഹേർട്ട് ചെയ്യാതെ ഞാൻ അത് പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ് ലേറ്റർ സ്റ്റേജ് ദേ വിൽ ബി റിയലൈസിംഗ് ദർ മിസ്റ്റേക്ക്. അതിൽ നിന്ന് അവർക്ക് ലേൺ ചെയ്യാൻ പറ്റും. കാരണം അയാൾക്ക് പറയുമ്പോൾ അയാൾക്ക് തന്നെ തോന്നും ഓക്കെ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് തോന്നുന്ന ഒരു ചിന്ത വരും. ഇത് എല്ലാ ഫീൽഡിലും ആപ്ലിക്കബിൾ ആണ്. എല്ലാ ഫീൽഡിലും ആപ്ലിക്കബിൾ ആണ്. ഏത് വിഷയത്തിലാണെങ്കിലും ഇത് ആപ്ലിക്കബിൾ ആണ്. മനസ്സിലായില്ലേ? അതിന് ഒരു ക്ലാസ് റൂം സെറ്റപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പൊ ക്ലാസ് റൂം സെറ്റപ്പ് ഇല്ലെങ്കിലും വി ക്യാൻ ഡു ദിസ്, വി ക്യാൻ മേക്ക് ദിസ് വർക്ക്. ഇപ്പൊ നമ്മള് ഫോണിന്റെ മുമ്പിലേക്ക് വരേണ്ടി വന്നാൽ പോലും വി ക്യാൻ മേക്ക് ദിസ് വർക്ക്. കാരണം അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അൾട്ടിമേറ്റ്ലി ട്രെയിൻ ചെയ്യുന്ന ആൾ, പഠിപ്പിക്കുന്നയാൾ, അയാളുടെ ഒരു പേഴ്സണൽ മെത്തേഡാണ് അതിന്റെ അകത്ത് പ്രൂവൺ ആവുക. അതിന്റെ ഒരു ഐഡിയൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഈ ബ്ലാക്ക് ബോർഡോ ഒരു ക്ലാസ് റൂം സെറ്റപ്പോ ഡെസ്കോ ബെഞ്ചോ ഒന്നുമല്ല. ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ്. ഐ ബിലീവ് ഇൻ ദാറ്റ്. ദാറ്റ്സ് ഇമ്പോർട്ടന്റ്. എന്റെ വിശ്വാസം അതിലാണ്. അത് വർക്ക്ഔട്ട് പറ്റുകയാണെങ്കിൽ ലാപ്ടോപ്പ് ആയിക്കോട്ടെ, മൊബൈൽ ആയിക്കോട്ടെ, ക്ലാസ് റൂം ആയിക്കോട്ടെ, ഒരു മരത്തിന്റെ താഴെ ആയിക്കോട്ടെ, ഇതൊന്നും അല്ലാത്ത സിറ്റുവേഷൻ ആയിക്കോട്ടെ, ദാറ്റ്സ് ഗോയിങ് ടു വർക്ക്. ദാറ്റ്സ് മൈ പേഴ്സണൽ ബിലീഫ്. ഓക്കെ, കൂൾ. പിന്നെ നിങ്ങളുടെ പേഴ്സണലി വാട്ട് ഈസ് സക്സസ് എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ബീയിങ് ഹാപ്പി. ബീയിങ് ഹാപ്പി. വാട്ട് യു ലവ് എന്നുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ ചെയ്യുന്ന ജോലി, ഞാൻ പറഞ്ഞില്ല, നമ്മൾ ചെയ്യുന്ന ജോലി നമ്മളെ ഹാപ്പി ആയിട്ട് നിർത്താം. അപ്പൊ നമ്മൾ ഹാപ്പി ആയിരിക്കും. നമ്മൾ ഹാപ്പി ആയിരിക്കുന്ന ഈ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് ദാറ്റ് ബ്രിങ്സ് എ ചേഞ്ച് എന്ന് പറയുന്ന ആഡ് ഓൺ ആണ്. മനസ്സിലായില്ലേ? സോ പേഴ്സണൽ ഹാപ്പിനെസ് ഈ സക്സസ് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. സക്സസ് ഉണ്ടെങ്കിൽ പേഴ്സണൽ ഹാപ്പിനെസ് ഉണ്ടാവും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. സോ സ്റ്റേ ഹാപ്പി. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടൊരു മൊമെന്റ് ഷെയർ ചെയ്യുക. ലൈക്ക് ഇപ്പൊ ഈ ഹാപ്പിനെസ് സക്സസിനെ പറ്റി പറഞ്ഞു, പെട്ടെന്ന് ലൈക്ക് എന്താണ് വാട്ട് സക്സസ് എന്ന് വെച്ചപ്പോ ബീങ് ഹാപ്പി എന്ന് എടുത്തു പറഞ്ഞല്ലോ. അപ്പോ അങ്ങനെയുള്ള ഒരു മൊമെന്റിലേക്ക് നിങ്ങൾ എത്തിക്കാൻ ചിന്ത മാറ്റിയ പക്ഷെ ഒരു കാലത്ത് ഇങ്ങനെ ആയിരുന്നില്ല നിങ്ങൾ ചിന്തിച്ചു? എനിക്കറിയില്ല, ഞാനും ഒരിക്കലായിരുന്നില്ല. എനിക്ക് കാർ കിട്ടിയാല് ഹാപ്പി ആവും എന്നുള്ള ലെവലിലായിരുന്നു ഞാൻ. കാർ ശരിയായിട്ടുള്ള ഒരു നിഗമനമാണത്. ഞാൻ പറയാം. അതായത് പണ്ടൊരു ഇന്റർവ്യൂ കേട്ടിട്ടുണ്ടായിരുന്നേ. ആ ഇന്റർവ്യൂല് നമ്മുടെ ആള് പറയാണ്, നമ്മള് രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കാം. സോ നമ്മൾ എന്തിനാ പല്ല് തേക്കുന്നേ? പല്ല് തേച്ചാലേ അമ്മ എല്ലാം കഴിക്കാൻ തരും, അല്ലേ?
സോ പല്ല് തേക്കുന്ന സമയത്ത് ഇതൊന്ന് തീർന്നായിരുന്നെങ്കിൽ കഴിക്കാരെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ചെറപറ പല്ല് തേച്ച് ഓടി ഒന്ന് ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ചിട്ട് വേണം നമുക്ക് ഒന്നുകിൽ സ്കൂളിൽ പോകാൻ, പഠിക്കാൻ പോകാൻ, അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ. സോ ഇങ്ങനെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വി ആർ ഡൂയിങ് സംതിങ് ഫോർ ഗെറ്റിംഗ് ടു അനദർ തിങ്. ഓക്കെ. ആൻഡ് ഈ ഇന്റർവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ പറയാണ്, നിങ്ങൾ എത്ര പേര് പല്ല് തേക്കുന്നത് ആസ്വദിക്കാറുണ്ടോ? മനസ്സിലായില്ലേ? ഹൗ മെനി ഓഫ് യു ആർ ലൈക്ക് എൻജോയിങ് ദിസ് തിങ് റിയലി? കാരണം നമ്മൾ ഇത് എന്തിനാ ചെയ്യുന്നത്? വി ആർ ഡൂയിങ് ദിസ് ടു ഗെറ്റ് ഓൺ ടു ദ നെക്സ്റ്റ് തിങ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതായത് ഒരു യാത്രക്കാരന്റെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ടാവും, അല്ലെ? ഒരു ലക്ഷ്യം ഉണ്ടാവും. അപ്പൊ ഈ ലക്ഷ്യത്തിൽ എത്തിയാലേ ഹാപ്പി ആകാൻ പറ്റും എന്നുള്ളൊരു വാശി എനിക്കില്ല. ഐ എൻജോയ് ദ പ്രോസസ്, ഐ എൻജോയ് ദ ട്രാവൽ തിങ്. എനിക്ക് ആ യാത്ര ഇഷ്ടമാണ് അതിലേക്കുള്ളത്. അതായത് എനിക്കിപ്പോ 2ാം നിലയിൽ എത്തണം, എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് 2ാം നിലയിലാണ്. 2ാം നിലയിൽ എത്തിയാലേ ഹാപ്പി ആവും എന്നുള്ള ഒരു ഇതൊന്നും എനിക്കില്ല. ആ 2ാം നിലയിലേക്ക് എത്തിക്കുന്ന ഓരോ സ്റ്റെപ്പുകളും മേക്സ് മീ ഹാപ്പി. മുസാഫിർ പറഞ്ഞതുപോലെ ഇതെല്ലാം ഒന്ന് ശരിയായ ശേഷം സന്തോഷിക്കാന്നുള്ള ഒരു വാശിയുടെ പുറത്ത് നടന്നുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. ബട്ട് ലൈഫ് ഹിറ്റ് മീ ഡിഫറെന്റ്. ഒരു ഡിഫറെന്റ്, അതായത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്കല്ല എന്നെ എന്തായാലും പറഞ്ഞു വിട്ടത്. അപ്പൊ അങ്ങനെ പറഞ്ഞു വിട്ടത് കൊണ്ട് സ്വാഭാവികമായിട്ടും എത്ര നാള് നമ്മള് എനിക്ക് അത് വേണം ഇത് വേണം എന്നുള്ളത് കൊണ്ടിരിക്കാൻ പറ്റും. സോ ഐ സ്റ്റാർട്ടഡ് ടു എൻജോയ് ദ പ്രോസസ്. ഇതിലേക്കുള്ള യാത്രയും കൂടെ ഞാൻ ഇഷ്ടപ്പെടാൻ പഠിച്ചു. ലക്ഷ്യത്തിൽ എത്തിയാൽ മാത്രമേ സന്തോഷത്തിൽ എത്തൂ എന്നുള്ളതിനപ്പുറത്തേക്ക് ആ ലക്ഷ്യത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന ഈച്ച് മൊമെന്റ് അതെന്നെ സന്തോഷിപ്പിക്കാറുണ്ട്. സോ ഇങ്ങനെയാണ് ഞാൻ എന്റെ ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോകാറ്. അങ്ങനെ വരാനുള്ള കാരണം എന്ന് പറയുന്നത് ആഗ്രഹിക്കുന്നതെല്ലാം മുമ്പിൽ കൊണ്ടുവന്ന് തരാതിരുന്ന എന്റെ ജീവിതമാണ് എന്നെ അതിലേക്ക് എത്തിച്ചത്. സോ ഐ ഹാവ് ടു സ്റ്റേ ഹാപ്പി. എനിക്ക് ഹാപ്പി ആയിരിക്കണമെങ്കിൽ എനിക്ക് മറ്റു മാർഗങ്ങളില്ല. ഐ ലവ് ടു ബി ഹാപ്പി, സോ ഐ സ്റ്റേ ഹാപ്പി. ഇത് നമ്മള് ട്രാവൽ ചെയ്യുമ്പോഴും നമുക്കുള്ള ഒരു എന്താ പറയാ ഒരു അഡ്വൈസ് ആണ്. നമ്മളിപ്പോ മണാലിയിലേക്ക് ട്രിപ്പ് പോകുന്നുണ്ട്, അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് അവിടെ സീസൺ അല്ലാന്ന്. അപ്പൊ നമ്മൾ ഭയങ്കര ഡെസ്പറേറ്റ് ആയി മടങ്ങി പോരുകയല്ലേ ചെയ്യേണ്ടത്. നമ്മൾ അങ്ങോട്ട് പോകുന്ന ട്രെയിനിൽ ഓരോ മണിക്കൂറും നമ്മൾ എൻജോയ് ചെയ്യണം, അല്ലേ? ഡെഫിനറ്റ്ലി മുസാഫിർ, നമ്മള് മണാലിയിലേക്ക് പോകുന്ന യാത്ര അടിച്ചു പൊളിക്കാന്നുള്ളതാണ്. അവിടെ ചെന്നിട്ട് തിരിച്ചു വരികയാണ്. മണാലി അടച്ചിട്ടേക്കാണ്, കുഴപ്പമില്ല. മണാലി അടച്ചിട്ട സമയത്ത് അങ്ങോട്ട് യാത്ര ചെയ്ത ആള് ഞാനാണ്. ലൈക്ക് മണാലി പോയി കണ്ട എല്ലാവരെക്കാളും കൂടുതൽ പറയാൻ എനിക്കുണ്ട്. മനസ്സിലായില്ലേ? മണാലി പോയി അത് കണ്ടു ഇത് കണ്ട അതൊന്നും അല്ല മോനെ, വെറുതെ അടച്ചിട്ടേക്കുന്ന മണാലി കാണാൻ വേണ്ടി ഞാൻ പോയി എന്ന് നമുക്ക് പറയാം. സോ ദിസ് ഇസ് എ ചോയ്സ്, അല്ലെ? ആ പ്രോസസ്സിന് എൻജോയ് ചെയ്യുന്നത് ചോയ്സ് ആണ്. പിന്നെ നമ്മളിപ്പം ട്രെയിനിങ്ങിനെ പറ്റി ഒരുപാട് സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. നമ്മൾ മുന്നിലിരിക്കുന്ന ഇദ്ദേഹം ഉണ്ടല്ലോ, ഇദ്ദേഹം അടിപൊളി ഒരു ഫോട്ടോഗ്രാഫർ കൂടെയാണ്. അപ്പം എങ്ങനെയാണ് ഈ ഒരു ഫോട്ടോഗ്രാഫി ഫീൽഡിലേക്ക് എത്തിപ്പെട്ടത്? എവിടുന്ന് മുതലാണ് ഇത് കൂടെ പിടിച്ചത്? ഇപ്പൊ എങ്ങനെ പോകുന്നു? ഐ സ്റ്റാർട്ടഡ് ടു ട്രാവൽ ഫസ്റ്റ്. അതായത് ഒരു നമ്മളിപ്പോ പറയുമ്പം എല്ലാവരും ഒരു ക്ലീഷ അടിച്ച് പറയുന്ന പോലെ അറ്റ് എ പോയിന്റ് ഓഫ് മൈ ലൈഫ് വേർ ഐ വാസ് നോട്ട് സോ ഹാപ്പി, ഞാൻ അപ്രതീക്ഷിതമായിട്ടൊരു യാത്ര ചെയ്യുന്നു. ആ യാത്രയിൽ നിന്നും എനിക്ക് കുറച്ച് സുഹൃത്തുക്കളെ കിട്ടുന്നു. യാത്ര പോയത് പറയാൻ പറ്റാത്ത ഒരിക്കലുമില്ല. തട്ടേക്കാടേക്കാണ് എന്റെ ആദ്യത്തെ യാത്ര. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലേക്ക് എന്റെ യാത്ര. ഞാനും എന്റെ ഒരു സുഹൃത്തും കൂടെ അവിടെ ഒരു മൺസൂൺ ക്യാമ്പ്. പക്ഷികളോടെന്തോ വല്ലാണ്ട് അൾട്ടിമേറ്റ്ലി മൃഗങ്ങളോട് മുഴുവൻ. മനുഷ്യനൊരു മൃഗമാണല്ലോ. സോ പക്ഷികളോട് പ്രത്യേകിച്ച് അതിനൊരു ഇമോഷണൽ കണക്ട് ഉണ്ട്. ഞാനത് ഇങ്ങനെ കറങ്ങി വരാം. സോ തട്ടേക്കടേക്കാണ് ആദ്യത്തെ യാത്ര. അപ്പം ആ യാത്ര നടത്തുന്ന സമയത്ത് ഐ വാസ് നോട്ട് സോ ഹാപ്പി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ ഐ വാസ് നോട്ട് സോ ഹാപ്പി വിത്ത് മൈ ലൈഫ്. ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കാണ് ഈ ഇത്രയും ഒരു സിറ്റുവേഷന്റെ അകത്തു നിന്നും എനിക്ക് ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്യാൻ പറ്റിയത് യാത്രയിൽ നിന്നാണ്, ഈ ഫസ്റ്റ് ട്രിപ്പിൽ നിന്നാണ്. ആൻഡ് ദാറ്റ് ഗേവ് മീ സം കണക്ഷൻ. അപ്പം ഈ സിമിലർ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡുള്ള കുറച്ച് ആൾക്കാരെ കിട്ടുന്നു. അങ്ങനെ ഗ്രൂപ്പായിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങുന്നു. അതിനിടയ്ക്ക് എപ്പോഴോ ഒറ്റയ്ക്ക് പോയാലോ എന്നൊരു ചിന്ത വരുന്നു. ഒറ്റയ്ക്ക് പോകുന്നു. അപ്പം എക്സ്പീരിയൻസസ് ആണ്, ഞാൻ പറഞ്ഞില്ല, വീണ്ടും വീണ്ടും എക്സ്പീരിയൻസസ് ആണ്. അപ്പൊ ഈ യാത്രയിൽ ഉണ്ടാവുന്ന എക്സ്പീരിയൻസസും ഒക്കെ എന്നെ ഭയങ്കരമായിട്ടൊരു എനർജി തരാൻ തുടങ്ങുന്നു. അതിപ്പോ വളരെ ചെലവ് ചുരുക്കിയുള്ള യാത്രകളാണെങ്കിൽ അങ്ങനെ, അതല്ല മറ്റേ രീതിയിലാണെങ്കിൽ അങ്ങനെ. സോ ഹൗ എവർ ഇറ്റ് ഈസ്, ഇതൊരു പാർട്ട് ഓഫ് മൈ ലൈഫായിട്ട് മാറും. സോ ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ എക്സ്പീരിയൻസസിനും മെമ്മറീസിനും വേണ്ടിയാണ്. ഞാൻ എന്റെ ഫോട്ടോഗ്രാഫി പേജിന് ഇട്ടേക്കുന്ന പേര് ഇത് ഫ്രോസൺ മൊമെന്റ്സ് ആണ്, ഫ്രീസ് ചെയ്യപ്പെട്ട നിമിഷങ്ങൾ. സോ എന്റെ യാത്രയിൽ ഞാൻ കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഞാൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നിമിഷങ്ങളെ
എനിക്ക് ഫ്രീസ് ചെയ്ത് കയ്യിൽ വെക്കണമെങ്കിൽ എന്റെ മനസ്സുണ്ടെങ്കിൽ അത് എനിക്ക് മതി. ബട്ട് എനിക്കിത് കൺവേ ചെയ്യണം, അല്ലെങ്കിൽ എനിക്കിത് വീണ്ടും റീലീവ് ചെയ്യണം. റീലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു ക്യാമറ വേണം. അങ്ങനെ ഒരു ഐഡിയയിലാണ് ഞാൻ മറ്റേ സുഹൃത്തിന്റെ സാലറി അക്കൗണ്ടൊക്കെ ജാമ്യം വെച്ച് ഈ ഇൻസ്റ്റാൾമെന്റ് ഒരു ക്യാമറ എടുക്കണം. അപ്പൊ ആ സമയത്ത് ക്യാമറ എടുത്തു. ആ സമയത്ത് ഫസ്റ്റ് ട്രിപ്പ് തട്ടേക്കടയൊക്കെ ആയിരുന്നത് പോലെ തന്നെ പിന്നെ ഞാൻ വരുന്ന പല സ്ഥലങ്ങളിലും ഇവരിങ്ങനെ വരാൻ തുടങ്ങി. അതായത് ഇപ്പം മുസാഫിറിനെ ഞാൻ കണ്ടു, മുസാഫിറിനെ ഞാൻ പരിചയപ്പെട്ടു, മുസാഫിർ ആയിട്ട് നമ്മൾ കണക്ട് ആയതുപോലെ പല സമയങ്ങളിൽ പല സ്ഥലത്തുകളിൽ ഇങ്ങനെ മൃഗങ്ങൾ ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങി. ഒരു കണക്ട് ഉണ്ടാവാൻ തുടങ്ങി. അതിൽ ഏറ്റവും കൂടുതൽ കമ്മിങ് അക്രോസ് എന്ന് പറയുന്നത് പക്ഷികളായിരുന്നു. അപ്പം ആദ്യം ഒരു ഫോട്ടോ എടുക്കുന്നു, വളരെ വളരെ ഒരു പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു ഫോട്ടോ എടുക്കുന്നു. ഫോട്ടോ എടുത്തിട്ട് അത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വെറുതെ ഒരു പക്ഷിയുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ പകരം അത് ഇന്ന പക്ഷിയാണ് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നെ ഓട്ടോമാറ്റിക്കലി ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് എന്റെ കണ്ണ് പോകുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരിലേക്കായിരിക്കും. ഇവരെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അതായത് ചെറിയ ആൾക്കാരാണെങ്കിൽ പോലും ഇത് എനിക്ക് അറിയാതെ കണക്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ അവരെ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി. അത് ആരാന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ പോയി 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 ഞാൻ പിന്നെ ഇങ്ങനെ ഒരു ഗ്രൂപ്പിലേക്ക് വന്നു. പിന്നെ ഇതിനു വേണ്ടി മാത്രം യാത്ര ചെയ്യാൻ തുടങ്ങി. പക്ഷികളെ ഈ തൃശ്ശൂർ ആയിരിക്കുന്ന സമയത്ത് ഒരു 10-15 കിലോമീറ്റർ ഒക്കെ നടന്നിട്ടുണ്ട്. യാത്ര ചെയ്യുമ്പോൾ പക്ഷികളെ കണ്ട് അങ്ങനെ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. പിന്നെ പക്ഷികൾക്ക് വേണ്ടി യാത്ര ചെയ്യാൻ തുടങ്ങി അല്ലെ? പക്ഷികൾക്ക് വേണ്ടി മാത്രമേ യാത്ര ചെയ്ത് തുടങ്ങി. ഞാൻ 10-15 കിലോമീറ്റർ ഒക്കെ ഐ യൂസ് ടു വാക്ക്. ഈ കോൾപ്പാടങ്ങളിലൂടെ ഒക്കെ നടക്കുമായിരുന്നു. വണ്ടി ഒന്നുമില്ലാതിരുന്ന സമയത്ത് ക്യാമറ എടുത്ത് നടക്കുമായിരുന്നു. ഫോർ ദിസ്, ഇതിനു വേണ്ടി മാത്രം. അങ്ങനെയാണ് പക്ഷികളുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായത്. പിന്നെ പക്ഷികളും തുമ്പികളും പൂമ്പാറ്റകളും ഒക്കെയാണ് എനിക്ക് ഒരു ഫേവറേറ്റ് സബ്ജക്ട്. ബിക്കോസ് ഐ വിൽ ബി ഹാപ്പി അൾട്ടിമേറ്റ്ലി. ഐ വിൽ ബി ഹാപ്പി ഇഫ് ഐ ആം ടേക്കിംഗ് എ പിക്ചർ. അതൊരു ഫോട്ടോ എടുത്ത് അവരെ മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ, അവരാരാണെന്ന് എനിക്ക് പരിചയപ്പെടാൻ പറ്റുകയാണെങ്കിൽ ഐ വിൽ ബി ഹാപ്പി. ഓഡിയോ കട്ട് ആയിട്ടുണ്ട് തോന്നുന്നു, ലൈക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. കോള് എന്തോ കോളൊന്നും വരുന്നില്ല. എനിക്ക് തോന്നുന്നു മഴ അതിന്റെ പ്രശ്നമാവാനാണ് സാധ്യത. അത് ശരിയാവും, കുഴപ്പമില്ല. ശരി, ഇപ്പൊ ഓക്കെ ആയോ? ഇപ്പൊ ഓഡിയോ ഓക്കെ ആണ്. വീഡിയോ ഒന്ന് സ്റ്റെക്ക് ആയിട്ടുണ്ട്. ഇപ്പൊ വന്നിട്ടുണ്ട്, ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, എന്നാ ഹോൾഡ് ചെയ്ത് പോകണം. ഇവിടെ ശക്തമായിട്ടുള്ള മഴയാണ് ഇവിടെ. സോ റേഞ്ച് ഒക്കെ മൊത്തത്തിൽ അഫക്റ്റഡ് ആണ്. സോ ഇങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. മൃഗങ്ങളുടെ, പക്ഷികളുടെയും പൂമ്പാറ്റകളുടെയും ഒക്കെ ഒരു രീതിയിലേക്ക് പോയത് അങ്ങനെയാണ്. വീട്ടില് പെറ്റ്സ് ഒക്കെ ഉണ്ടല്ലേ? കുറച്ചധികം. അത് വലിയ കഥയാണ്. കുറച്ചധികം പെറ്റ്സ് ഉണ്ട്. 3 പട്ടികളുണ്ട്. അതിൽ 2 സ്ട്രേ ഡോഗ്സ് ആണ്. വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നൊക്കെ വിചാരിച്ചെങ്കിലും ഇതിനെ ഈ ഒരു അവസ്ഥയിൽ കാണുന്ന സമയത്ത് ഒരെണ്ണത്തെ അമ്മ അലക്കാൻ പോയപ്പം തോട്ടിന്ന് എടുത്തോണ്ട് വന്നതാണ് അമ്മ. പിന്നെ ഒരെണ്ണത്തെ എനിക്ക് വഴി കിടന്ന് കിട്ടിയതാണ്. പിന്നെ ഒരാള് പണ്ടേ വീട്ടിലുള്ള ഒരാളുണ്ട്, മുതിർന്ന ഒരാളുണ്ട്. പിന്നെ ഇതിന്റെ ഒരു റീസൺ എന്റെ അമ്മ തന്നെയാണ് കേട്ടോ. അമ്മ ഈ മൃഗസ്നേഹത്തിന്റെ കാര്യത്തിൽ ആള് കുറച്ച് പൊടിക്ക് മുമ്പിലാണ്. സോ ഞാൻ എന്താണ് ഇങ്ങനെ ആയി പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയാണ് റീസൺ. കാരണം ഞാൻ ഇപ്പം 3 പൂച്ചയുണ്ട്, താറാവുണ്ട്, കോഴിയുണ്ട്, പക്ഷികളുണ്ട് വീട്ടില്. ഇങ്ങനെ ഒരു സെറ്റപ്പിലാണ് വളർന്നു വന്നത്. സോ ഓട്ടോമാറ്റിക്കലി കുറച്ച് അങ്ങോട്ട് പോയി, അമ്മയുടെ വഴിക്ക് വന്നു. ചാച്ചനും മോശമൊന്നുമല്ല. ചാച്ചനും അമ്മയും അമ്മയുടെ അമ്മയാണെങ്കിലും വീട്ടിലുള്ള എല്ലാവരും ഇങ്ങനെയാണ്. ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് കാണാം, പൂച്ചക്കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ചാൽ എന്റെ 95 വയസ്സുള്ള അമ്മ കിടന്നുറങ്ങുന്നുണ്ട്, അമ്മച്ചി കിടന്നുറങ്ങുന്നുണ്ടാവുക. അതാണ് വീട്ടില്. ഇപ്പൊ ഞാൻ ലൈവ് ഇരിക്കുന്നതുകൊണ്ടാണ് പട്ടിനെ വീട്ടിലേക്ക് കയറ്റാറ്. അതുകൊണ്ട് പുറത്തിരിക്കാതിരിക്കാറ്. പിന്നെ ഇതില് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമുണ്ട്. എന്താ വെച്ചാല്, നിങ്ങൾ ഇതേപോലെ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നത്, അതിപ്പോ നിങ്ങൾ അതിനുവേണ്ടി യാത്ര ചെയ്യുന്നത്, പക്ഷികളെ ഇഷ്ടപ്പെട്ടു, പക്ഷികൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്നൊക്കെ പറഞ്ഞു. അതിന് കൂടെ തന്നെ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫീൽഡാണ് ട്രെയിനിങ് ഫീൽഡ്. ആൾക്കാർക്ക് ഓറിയന്റേഷൻ കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത്. അത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളൊരു സംഭവം ഉണ്ട്. ലൈക്ക് നമ്മൾ ചില സമയത്ത് സ്റ്റക്ക് ആവുന്നൊരു സമയമുണ്ട്. എന്ത്, നമ്മുടെ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് പ്ലസ് ടു വരെ ഡിഗ്രി PG ഒക്കെ കഴിഞ്ഞിട്ട് എന്റെ പാഷൻ കരിയർ ആക്കണോ, അല്ലെങ്കിൽ കരിയർ എന്റെ പാഷൻ ആക്കണോ എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പൊ അങ്ങനെ സ്റ്റക്ക് ആയിരിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു മികച്ച ഉദാഹരണം തന്നെയാണ് എന്ത്, നമുക്ക് എന്താണ് കരിയർ ആക്കാൻ ആഗ്രഹിക്കുന്നത് അത് കരിയർ ആക്കുക. നമ്മുടെ പാഷൻ ഒരിക്കലും നമ്മളെ പാഷൻ അല്ലാണ്ടാവൂല. അതിനെ നമുക്ക് ഒരുമിച്ച് കൂടെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിന്റെ മികച്ച എക്സാക്ട് ഉദാഹരണമാണ്. ഉറപ്പായിട്ടും പറ്റും. കാരണം അൾട്ടിമേറ്റ്ലി നമുക്കിത് കൂടിയേ പറ്റും. ഇത് വിട്ടുകളയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ് വിട്ടുകളയാന്നുള്ളതാണ്. അപ്പം ഇതിന്റെ അകത്ത് പാഷൻ കരിയർ എന്നുള്ളതിനെ ആക്ച്വലി പാഷൻ കരിയർ ആയിട്ട് എടുക്കുന്നത്, കരിയർ പാഷൻ അങ്ങനത്തെ ഒരു ഇതല്ല പറയുന്നത്.
ഗെറ്റ് ടു ദ മാക്സിമം തിങ്സ് അല്ലെ. നമുക്ക് തിളങ്ങാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങളിലേക്ക് ഇറങ്ങിക്കൊള്ളുക. അവിടെ നമ്മുടെ മാക്സിമം എഫേർട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ കൂൾ, അടിപൊളി. ഇനി നമ്മുടെ വ്യൂസിനുള്ള സമയമാണ്. ഇതാ ഒരു ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് സുമിത്തെ ആള് സുമിത്തെ ചോദിക്കുന്ന ആള് എന്റെ കോളേജിലെ സുഹൃത്താണ്. ഞങ്ങള് എല്ലാരും ഉണ്ട്. കൃഷ്ണരാജ് ഉണ്ട്, അഖിലുണ്ട്. കോളേജിലെ പിള്ളേരാണ്, എന്റെ കൂടെ പഠിച്ച പിള്ളേരാണ് ഞങ്ങള്. എന്താണ് ചോദിക്കാനുള്ളത്? ആ ഒരു പോലീസുകാരനാണ് കേട്ടോ. ഫോട്ടോ കാണുന്നില്ലേ, ചാക്കിയൊക്കെ ഇട്ടിട്ട്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഇപ്പൊ ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ടോ കരിയർ റിലേറ്റഡ് ആയിട്ടോ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാനുള്ള ഒരു അവസരമാണ്. നമ്മൾ ഒരുപാട് സംസാരിച്ചു, ഡിസ്കസ് ചെയ്തു. എവിടെങ്കിലുമൊക്കെ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിലും എനിക്ക് ചോദിക്കാനുള്ള ഒരു അവസരമാണ് എല്ലാവർക്കും. ഡൗട്ട് ചോദിച്ചിട്ട് പോയി തോന്നുന്നു, കാണുന്നില്ല. ഡൗട്ട് ചോദിച്ചു മുങ്ങിയല്ലേ, കൈ പൊക്കി പിന്നെ താത്തി. കൊറേ പിള്ളേരൊക്കെ ഉണ്ട്, സ്റ്റുഡൻസ് ഒക്കെ വന്നിട്ടുണ്ടോ തോന്നുന്നു. ഓക്കെ, സ്റ്റുഡൻസ് ഒക്കെ വന്നിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ ഏകദേശം എത്ര സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ടാവും നിങ്ങള്? ഒരു എസ്റ്റിമേറ്റും പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട്. ഐ മേ ഹാവ് ടു കാൽക്കുലേറ്റ്. 6 വർഷമായി ട്രെയിനിങ് ഫീൽഡില്. അതിന്റെ അകത്ത് ഞാന് കണ്ണൂര്, കാസർഗോഡ്, തൃശ്ശൂര് ജില്ലകളിൽ പോയിട്ടുണ്ട്. ഒരു ക്ലാസ്സിൽ ഒരു 30 to 35 സ്റ്റുഡൻസിന്റെ കൗണ്ട് ഉണ്ട്. ചിലപ്പോ ചില സ്കൂളുകൾ ഒരേ സമയത്ത് 2 ഇയറിലെ കുട്ടികളുണ്ടാവും. സോ എനിക്കൊരു 500 അല്ല, ഐ ക്യാൻ ഗോ ഒരു 500,000 ബിറ്റ്വീൻ സ്റ്റുഡൻസ് ഉണ്ട്, എനിക്ക് കുട്ടികളുണ്ട്. കാരണം ഒരു വർഷം തന്നെ അറ്റ് എ ടൈം ഐ വിൽ ബി ഹാവിങ് ഒരു 60-65 കൗണ്ട്. അത് മിഡ് ഇയർ ആണെങ്കിൽ എനിക്ക് 2 ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലെയും കുട്ടികളുണ്ടാവില്ല. സോ ഒരു സ്കൂളിൽ തന്നെ എനിക്കൊരു 70 കൗണ്ട് ഉണ്ടാവും ഒരു വർഷം. എനിക്ക് 2 സ്കൂളുണ്ട്. സോ ഓട്ടോമാറ്റിക്കലി 1 ഇയറിൽ തന്നെ ഐ വിൽ ബി ടീച്ചിങ് ഒരു 140-150 കുട്ടികളുടെ ഒരു ഡെഫിനറ്റ് കൗണ്ട് എനിക്കുണ്ട്. പിന്നെ അതിന് പുറമെ പുറത്ത് ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പുറത്ത് ക്ലാസ് എന്ന് പറയുന്ന സമയത്ത് സോഷ്യൽ വർക്കും കൂടിയാണ്, ട്രെയിനർ കൂടി ആയതുകൊണ്ട് അറിയാലോ, ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും വർക്ക്ഷോപ്പുകളോ കാര്യങ്ങളോ ഒക്കെ വരും. അപ്പൊ അതിൽ ഞാനീ പറഞ്ഞ പോലെ എനിക്ക് ഓക്കെ ആണ് എന്നുള്ള ഒരു ഹാപ്പി ആൻഡ് കോൺഫിഡൻസ് ഫാക്ടർ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണെങ്കിൽ ഞാൻ പുറത്തും സെഷൻസ് ചെയ്യാറുണ്ട്. സെഷൻസ് ചെയ്യാൻ വേണ്ടി പോകാറുണ്ട്. ട്രെയിനിങ്ങുകളും വർക്ക്ഷോപ്പുകളും ഒക്കെ ചെയ്യാനായിട്ട് പോകാറുണ്ട്. അപ്പോ ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. എന്തെങ്കിലും ഇപ്പൊ ചോദിക്കാട്ടോ. നമ്മൾ ഏകദേശം നമ്മുടെ നമ്മുടെ ചില്ല ടാക്കീസിന്റെ സീസൺ 2 എപ്പിസോഡ് 2ന്റെ ഏകദേശം നമ്മൾ ഭാഗം കവർ ചെയ്തിരിക്കുകയാണ്. അപ്പം ഉടനെ നമ്മൾ ലൈവ് എൻഡ് ചെയ്യും. അതിന് മുന്നേ ആർക്കെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം, പിന്നെ കിട്ടൂല. അതല്ലേ, ബിസി ആയിട്ടുള്ള ആളാണ്. അതെ അതെ, ഭയങ്കര ബിസിയാണ്. പറഞ്ഞു പറയിപ്പിക്കുന്നല്ല കേട്ടോ, ഇതൊന്നും ഒരു ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ്. ഓക്കെ, അപ്പൊ ചോദിക്കാനൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ പതിയെ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ റിയലി ഹാപ്പി. ഇതേപോലെ ഒരു കാര്യമുണ്ട്, ഇത്രയൊക്കെ ആയി. ലൈക്ക് ഇപ്പം ഫയർപ്ലേസിനെ പറ്റിയിട്ട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. ഇതേപോലെ ലൈവിൽ വന്നപ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ്, ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഫയർപ്ലേസിന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ്? ഓക്കെ, ഈ സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു പ്രവൃത്തിയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന്റെ അകത്ത് ഒരു സെൽഫിഷ് ഫാക്ടർ ഉണ്ടാവുക എന്ന് പറയുന്നത് നല്ലതാണെന്നുള്ള അഭിപ്രായക്കാരനാണ്. മനസ്സിലായില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു, ഏതൊരു സർവീസിലും ഏതൊരു ജോലിയിലും, അതൊരു ബിസിനസ് ആണെങ്കിൽ പോലും എന്തായിക്കോട്ടെ, വരുമാനത്തിനായിട്ട് നമ്മൾ ചെയ്യുന്നതാണെങ്കിലും ആയിക്കോട്ടെ, അതിന്റെ അകത്ത് മറ്റൊരാൾക്കൊരു സർവീസിന്റെ ഒരു ഫാക്ടർ ഉണ്ട്. പക്ഷെ ഈ സർവീസിനെ തന്നെ പ്രൊഫഷൻ ആയിട്ട് സ്വീകരിച്ച ആൾക്കാരാണ് നമ്മൾ സോഷ്യൽ വർക്ക്. മനസ്സിലായില്ലേ? കരിയർ പാഷൻ എന്നൊക്കെ പറയുന്നത് എന്റെ സർവീസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ പ്രൊഫഷണൽ ആയിട്ട് പഠിച്ച് അതിനെ ജോലിയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു താല്പര്യക്കാരാണ് നമ്മൾ സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറയുന്നത്. ന്യൂ ഗൈസ്, നിങ്ങൾ ഇപ്പൊ തന്നെ അതിന്റെ ഒരു ഭീകരമായിട്ടുള്ള സ്റ്റെപ്പ് കവർ ചെയ്തു. അതിനകത്ത് നിങ്ങൾ ഇപ്പൊ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ, അതായത് യൂട്യൂബിലായിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, ഈ ഒരു ഇന്ററാക്ഷനും നിങ്ങൾ ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ലൈക്ക് ബിൽഡ് ഇറ്റ് അപ്പ് അല്ലെ? ആ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക്
കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്യാൻ പറ്റട്ടെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഐ യൂസ് ടു ഫോളോ യു ഗൈസ്. നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഞാൻ കുറെ നാളായിട്ട് ഫോളോ ചെയ്യാറുണ്ട്. ബിക്കോസ് പറഞ്ഞു വരുമ്പോൾ നമ്മളെല്ലാവരും സെയിം എഡ്യൂക്കേഷണൽ ഫീൽഡ്, പ്രൊഫഷണൽ ഫീൽഡിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. സോ ഐ വിഷ് യു ഗൈസ് ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾ നല്ല എഫേർട്ട് എടുക്കുന്നുണ്ടെന്നുള്ള കാര്യം ഭയങ്കര എവിഡന്റ് ആണ്. വളരെ ക്രിയേറ്റീവ് ആയിട്ടും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സോ ഐ നോ യു ആർ ഗോയിങ് ടു ബി ലൈക്ക് എന്താ പറയാ, ഒരു ചേഞ്ച് മേക്കേഴ്സ് ആയിട്ട് മാറാനായിട്ട് നിങ്ങൾക്ക് എല്ലാ ഇതായിട്ടുണ്ടോ. യു വിൽ ബി ഡെഫിനറ്റ്ലി ഡൂയിങ് ഇറ്റ്. ഒരു സംശയമില്ല. സ്റ്റേ ഹാപ്പി ഓൾവേസ് ഗൈസ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇതേപോലെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, നമ്മളെ പറ്റി കൂടുതൽ അറിയാനുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈലിൽ കയറുക, എല്ലാവരും കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെ പേഴ്സണലായിട്ട് ആർക്കും കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ പ്രൊജക്ടിനെ പറ്റിയിട്ടോ ഇതേപോലെ വോളണ്ടിയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലോ ആർക്കും വേണമെങ്കിലും വരാം. ഓപ്പൺ പ്ലാറ്റ്ഫോം ആണ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. ആൻഡ് നമ്മുടെ ചില്ലടാക്കീസിന്റെ സീസൺ 2 എപ്പിസോഡ് 2 ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എല്ലാവർക്കും എല്ലാവർക്കും ഒരു ഗുഡ് ബൈ. ഗുഡ് ബൈ അല്ല, ഇനിയും കാണണം. മതി അല്ലേ? ബൈ. ഓക്കെ, അപ്പൊ ലാലു ജോയിൻ ചെയ്തതിനും ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തതിനും നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ അങ്ങനെ ഹാപ്പിനെസ് കണ്ടെത്താനുള്ള ഒരു സാധനമാണ് പറഞ്ഞത്. പിന്നെ പാഷനെ പറ്റിയിട്ട് നന്നായിട്ട് സംസാരിച്ചു. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ സീസണിൽ അറിയാനുണ്ട്. അപ്പൊ എല്ലാവരും ഇതേപോലെ ഇനിയുള്ള ലൈവിനൊക്കെ വരിക. അപ്പൊ നമുക്ക് ഇവിടെ ഈ സീസൺ 2 എപ്പിസോഡ് 2 ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എന്റെ പോസ്റ്റിൽ ഞാൻ ഇവരുടെ ലിങ്ക് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും ഡെഫിനറ്റ്ലി ഫോളോ ദം. നല്ല ക്രിയേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ആൻഡ് യു ക്യാൻ ഡെഫിനറ്റ്ലി വോളണ്ടിയർ ഫോർ ദം. അത് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഷുവർ. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു. ബൈ. സീ യു. ഓക്കെ, ബൈ.